ജാസിറിൻ്റെ ഒരു ചെറിയ ഒരു കഥ പറയാനുണ്ട്. 2019 നീറ്റിൽ 582 മാർക്ക് കിട്ടി. അന്ന് 582 മാർക്കാണ് കട്ട് ഓഫ് MBBSൻ്റെ. ജാസിറിന് 83 മാർക്കാണ് കിട്ടിയത്. ഒരു മാർക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ കേരളത്തിൽ കിട്ടൂല. ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യക്ക് പോയിക്കോ. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് ഹൈദരാബാദ് മെഡിക്കൽ കോളേജിൽ ഓനും ഫാദറും കൂടി പോയി. അവിടെ ചെല്ലുമ്പോൾ ഈ കേരളത്തിന് പുറത്തുള്ള മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഒരു ടീമിനെ നിർത്തിയിട്ടുണ്ടാവും ഇവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ഇവൻ ചേർന്നില്ലെങ്കിൽ തൊട്ടടുത്ത റാങ്കായിരിക്കും, ആ റാങ്കുള്ള കുട്ടിക്ക് കിട്ടും. അപ്പോൾ അതിനവിടെ ഒരു ടീമിനെ നിർത്തിയിട്ട് നിങ്ങൾ കേരളക്കാർ എന്തിനാണ് ഇവിടെ വരുന്നത്, ഈ മെഡിക്കൽ കോളേജ് വളരെ മോശമാണ്, അതുകൊണ്ട് വേഗം തിരിച്ചയക്കുക, ഇവിടെ നിൽക്കണ്ട, ഇവിടെ ആരും ചേരാറില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. ജാസിറിനെ വിളിച്ചിട്ട് ചോദിച്ച് ഹൈദരാബാദ് മെഡിക്കൽ കോളേജ് മോശമാണ്, വളരെ റിമോട്ടാണ്, സാർ എന്താ പറഞ്ഞത്, ഞാൻ ചേർന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേർന്നാളാണ്, എനിക്ക് വേറെ ഇവിടെ കിട്ടൂല, MBBSന് ചേർന്ന് കിട്ടിയോടത്ത് ചേർന്ന് പറഞ്ഞു. ഓൻ കേട്ടില്ല. 2 ദിവസം അവിടെ താമസിച്ചിട്ട് ഓൻ തിരിച്ചു വന്ന്, അവിടെ പറഞ്ഞ ആൾക്കാർ കേട്ടു, ഓൻ തിരിച്ചു വന്ന് ഇവിടെ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്ത്. പക്ഷെ ഓന് കിട്ടിയത് MBBS കിട്ടിയില്ല, BDS കിട്ടിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BDSന് ചേർന്നു. ഒരു 6 മാസം BDS ആകെ ഡെസ്പായി. MBBS കിട്ടിയത് പോയിട്ടാണ് BDSന് ചേരുന്നത്. അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. 6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് MBBS വേണമെന്ന് പറഞ്ഞു. എന്നാൽ ശരി പോരെ, ഈ വർഷം കൂടി റിപ്പീറ്റ് ചെയ്യ്, പറ്റിയത് പറ്റി, അബദ്ധം പറ്റി. ഒരു 6 മാസമാണ് ഓനിവിടെ ആകെ കിട്ടിയത്. നൈസ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കൊടുത്തു. ഒരു 5-6 മാസം ആകെ ഇവിടെ ഉണ്ടായുള്ളൂ. അടുത്ത നീറ്റ് എഴുതി, 2020 നീറ്റ് എഴുതി, 602 മാർക്ക് വാങ്ങി. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ MBBSന് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ആ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ജാസിർ എത്തിയിട്ടുണ്ട്. ജാസിറിനെ സാദരം ക്ഷണിക്കുന്നു. ഞാൻ അവിടെ ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ യൂണിവേഴ്സലിൽ വലിയൊരു മാറ്റമാണ് കാണാൻ പറ്റിയത്. എന്തൊരു നല്ല ഡെവലപ്മെൻറ്റാണ്, മൊത്തത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു മാറ്റമുണ്ട്. എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ 2016 +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ്. അതിനുശേഷം 2 വർഷം ഞാൻ പുറത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. പിന്നീടാണ് AF സാറിനെ പറ്റി ഞാൻ കേൾക്കാനിടയായത്. അങ്ങനെ ഞാനിവിടെ യൂണിവേഴ്സിറ്റി സാറെ പേഴ്സണലായിട്ട് കാണാൻ വന്നു. എൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ സ്കോർ ഏകദേശം 300 സംതിങ് ആയിരുന്നു. അതായത് റാങ്ക് ഓൾ ഇന്ത്യ വരുന്നത് ലക്ഷങ്ങളാണ്, 2-3 ലക്ഷമാണ് റാങ്ക് വരുന്നത്. അങ്ങനെ ഞാൻ AF സാറിനെ കണ്ടു. ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ പറയുന്നത് ഉമ്മനോട്, എനിക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി ഒരു സ്ഥാപനമുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട്, അവിടെ AF എന്നൊരു സാറുണ്ട്, സാറൊന്ന് പോയി കാണണം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയും. പെട്ടെന്നാണ് ഞാൻ ഉമ്മനോട് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം 2ാമത്തെ തൊട്ട് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കോർ വളരെ പരിതാപകരമായതുകൊണ്ട് MBBS എന്ന സ്വപ്നം എൻ്റെ വീട്ടുകാരെന്നെ മറന്നുപോയിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 3ാമത്തെ റിപ്പീറ്റിന് കയറുമ്പം ഒരുപാട് ഗ്യാപ്പ് എടുത്തിരുന്നു. അതായത് അക്കാദമിക് ഇയർ തുടങ്ങി ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ AF സാറിനെ കാണാൻ വരുന്നത്. കാരണം എല്ലായിടത്തും അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി, ഏകദേശം ടോപ്പിക്സുകളൊക്കെ 60%-50% കവർ ചെയ്തു. അങ്ങനെ സമയത്താണ് ഞാൻ ഇവിടെ എത്തുന്നത്. അങ്ങനെ AF സാറിനെ കാണുന്നു. പക്ഷേ ഉമ്മ എന്ത് ചെയ്തു, AF സാറിനെ കണ്ടതോടുകൂടി ഉമ്മേൻ്റെ കൺട്രോൾ പോയി. കാരണം ഉമ്മക്ക് അറിയാൻ തുടങ്ങി, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ്, പഴയ ഒരാളല്ല, ഇപ്പോൾ മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ട്, നമുക്ക് പഴയ ആളെ തിരിച്ചു കിട്ടണം. അപ്പം സാറ് പറഞ്ഞു, നിങ്ങളൊന്നോടും പേടിക്കണ്ട, ഇവന് ഞങ്ങൾ പറയുന്ന രൂപത്തിൽ ഇവൻ പഠിക്കുകയാണെങ്കിൽ ഇവന് MBBS കിട്ടും, ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആർക്കും MBBS കിട്ടും, അയാളുടെ പഴയ മാർക്കോ കാര്യങ്ങളോ ഒന്നും ഒരു ഫാക്ടറേ അല്ല. സാറ് പറഞ്ഞു, നീ ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ടോപ്പിക്സുകൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നീ എന്ത് ചെയ്യണം, അത് കവർ ചെയ്യണം, അത് നീ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാറ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി 2 വർഷം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി 3ാമത്തെ സൂപ്പർ എപ്പിന് ഇവിടെ വന്നു. വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് വേറെ കോഴ്സിന് പോയാൽ പോരെ, കാരണം പെട്ടെന്ന് സെറ്റിലാവും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ ഇത് മാത്രമായതുകൊണ്ട് ഞാനിവിടെ നിന്നു. പക്ഷേ 1-2 ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നുള്ള ഭയങ്കര റിഗ്രറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നു. ഒരു 1 വീക്ക് കഴിഞ്ഞതോടെ ഞാൻ എന്ത് ചെയ്തു, അതുമായിട്ട് അഡാപ്റ്റായി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കണ്ടത് ഒരു മാറ്റമായിരുന്നു. കാരണം ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ എൻ്റെ വീക്ക് ഏരിയാസുകൾ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം എൻ്റെ വീക്ക് എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരുന്നു, അതുപോലെ കെമിസ്ട്രി, ഓർഗാനിക് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഫിസിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പക്കാക്കി മാറ്റി. സമയം ഒരു വലിയ ഫാക്റ്റായിരുന്നു, 4-5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി, ഇവിടുത്തെ ലൈബ്രറി
ഒന്നും പറയാനില്ല, അടിപൊളി ലൈബ്രറിയാണ്. ആ ലൈബ്രറി ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഞാൻ 2018-19 ഇവിടെ വന്നത്. അങ്ങനെ ഞാൻ 2019 നീറ്റ് എഴുതി. നീറ്റ് ചെയ്ത സമയത്ത് 300 സംതിങ് മാർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ സ്കോർ ഏകദേശം 583 ഉയർന്നു. കാരണം അവസാനത്തെ മോഡൽ എക്സാമുകൾക്കും ഇവിടുത്തെ യൂണിവേഴ്സൽ ടെസ്റ്റിലൊക്കെ എൻ്റെ സ്കോർ വളരെയധികം പരിതാപകരമായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കും, എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ലേ, നമ്മൾ ഇനിയും വർഷം കളയണോ എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ പേടിക്കണ്ട, അവസാനത്തെ എക്സാം എനിക്കുള്ളതാണ്, ഞാൻ സ്കോർ ചെയ്തിരിക്കും എന്നുള്ളൊരു മോട്ടിവേഷൻ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ പഠിച്ചു കയറി. അപ്പം എൻ്റെ സ്കോർ ഞാൻ പറയാം, 583 എനിക്ക് നീറ്റിൽ കിട്ടിയത് മാർക്ക്. ആ സമയത്ത് ഓൾ ഇന്ത്യ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 582. അപ്പോൾ എനിക്ക് ഹൈദരാബാദിലുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടി. അന്ന് പണ്ട് AFSR ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, മക്കളെ നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും അത് ഭൂലോകത്താണെങ്കിലും അവിടെ പോയിക്കോളണം, ഒരു സംശയവും വേണ്ട, എവിടെയാണെങ്കിലും നിങ്ങൾ പോയിക്കോളണം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിസൾട്ട് കിട്ടിയപ്പോൾ തീരുമാനിച്ചു, ഏത് ദുനിയാവിൽ എവിടെ ആണെങ്കിലും നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാ പൈസയും സജ്ജീകരണങ്ങളും അലോട്ട്മെൻറ്റും ലെറ്ററും കാര്യങ്ങളും എല്ലാം സെറ്റപ്പാക്കി, ഡ്രസ്സും കാര്യമൊക്കെ സെറ്റപ്പാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്, ഹൈദരാബാദിലേക്ക് പോയി. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഒരു ഫിസിക്കലി മെൻ്റലി കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു. ഒരു ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ റൈറ്റ് ഹാൻഡിൽ ചെറിയ റിസ്റ്റിൻ്റെ സ്കഫോയിഡ് ഫ്രാക്ചർ സംഭവിച്ചു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാര്യം, അതായത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കണ്ടേ എന്നുള്ള ആ ഒരു ഫിയർ നമുക്ക് തന്നുകൊണ്ടിരുന്നു. ഇത് ബെറ്ററാണ്, ചില ആൾക്കാർ പറഞ്ഞു നല്ല സ്ഥാപനമാണെന്ന് പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു ഇത് മോശമാണെന്ന് പറയുന്നു, ചില ആൾക്കാർ പറഞ്ഞു ഇതിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടൂല, എനിക്ക് അവിടെ പോയിക്കൂടെ എന്നുള്ള ഒരുപാട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് നമ്മളെ മണ്ണിലേക്ക് വന്നപ്പം എൻ്റെ നേരത്തെ വെച്ചിരുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഞാനൊരു ലൈൻ നിശ്ചയിച്ച് വെച്ചിരുന്നു, അത് പെട്ടെന്ന് എനിക്ക് മാറാൻ തുടങ്ങി. എനിക്ക് തോന്നി ശരിയാണല്ലോ ഇവരൊക്കെ പറഞ്ഞത്, കേരളത്തിൽ വന്നാൽ സമാധാനത്തിൽ പഠിക്കാം, നാട്ടിൽ പഠിക്കാം, വീട്ടുകാരെ കാണാം, എൻജോയ് ചെയ്ത് പഠിക്കാം, ഭാഷ ഒന്നും വിഷയമല്ല, ഫുഡ് നല്ലതാണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം എൻ്റെ ഒരു തീരുമാനത്തിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചു. എനിക്ക് ഡൗട്ടേ, ഇവിടെ നിൽക്കണോ അതോ പോകണോ, കാരണം MBBS ഹൈദരാബാദ് അഡ്മിഷൻ എടുക്കണോ പോകണോ, നാട്ടിലേക്ക് പോകണോ എന്ന് ഡൗട്ടേ. അങ്ങനെ ഞാൻ ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്ന ആൾ വേറെ ആരുമല്ല, നമ്മൾ AFSR തന്നെയാണ്. ഞാൻ AFSR വിളിച്ചു. AFSR വിളിച്ചു, സാറ് പറഞ്ഞു അവിടെ ചേർന്നോ എന്നോട് പറഞ്ഞു, ഈ ഇങ്ങോട്ട് വരേ വേണ്ട, അവിടെ നിന്നോ ഇങ്ങോട്ട് വരേ വേണ്ടെന്ന് ആദ്യം എന്നോട് പറഞ്ഞത്. കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ ഭാഷ, നമ്മുടെ കൾച്ചർ, ഒരുപാട് കാര്യം മാറ്റം വരും, അവിടെ നിന്നോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പല ആൾക്കാരും അറിയാതെ വിളിച്ചു പോയി, പലരും എന്നെ വിളിച്ചു. ആ സമയത്ത് പറഞ്ഞു, എന്തിനാടാ കാട്ടു പോയി നിൽക്കുന്നത്, എനിക്ക് നിൻ്റെ 583 മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടുമല്ലോ, കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫ് ഇത്രയാണ്, ഇത്ര മാർക്ക് ഇത്ര റാങ്ക് വരെ കയറിയിട്ടുണ്ട്, എനിക്ക് GMC മഞ്ചേരി കിട്ടും, നീ എന്തിനാണ് അവിടെ പോകുന്നത് എന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു. അവസാനം എടുത്ത തീരുമാനമാണ്, ഇവിടെ ചേരുന്നില്ല, എന്ത് ചെയ്യാം, നാട്ടിലേക്ക് വരാമെന്നുള്ള ഒരു തെറ്റായ തീരുമാനം ഞാൻ എടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് മുതലുള്ള എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ റിഗ്രറ്റിൻ്റെ മനസ്സായിരുന്നു. അതായത് ഞാൻ ചെയ്ത തെറ്റാണ് എനിക്കറിയാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ആ സമയത്ത് നോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അതായത് എനിക്ക് അത് എടുത്ത തീരുമാനം തെറ്റാണ്, വേണ്ട MBBS എനിക്ക് മതി, എവിടെയാലും കുഴപ്പമില്ല എന്ന് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ എന്നും ദുഃഖിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. ആ ദുഃഖം എനിക്ക് മാറണം, എൻ്റെ സ്വപ്നമായി MBBS എനിക്ക് കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിലയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അന്ന് ഞാൻ സ്വപ്നം കണ്ട, എൻ്റെ ഉറക്കമൊഴിച്ച ആ ആഗ്രഹിച്ചു നിന്ന MBBS എന്ന കോഴ്സ് എനിക്ക് എന്ത് ചെയ്യണം, വീണ്ടും തിരിച്ചെൻ്റെ ഇതിലേക്ക് ചേർക്കണം എന്നുള്ളത് അധികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും BDS അഡ്മിഷൻ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ AFSR കാണാമെന്നതും. സാർ എന്നോട് പറഞ്ഞു, നീ ആത്മാർത്ഥമായിട്ടാണത് പഠിക്കാൻ വന്നതെങ്കിൽ നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യും, മെൻ്റലി സപ്പോർട്ട് ചെയ്യും, അതേപോലെ ഫിനാൻഷ്യലി. നീ ഒരു പൈസ തരണ്ട, നീ ഹോസ്റ്റലാണെങ്കിലോ അല്ലെങ്കിൽ നിനക്ക് വേണ്ട പുസ്തകങ്ങളാണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം ഞാൻ ഒന്ന് പ്രൊവൈഡ് ചെയ്ത് തരും, നീ പഠിച്ച് റാങ്ക് വാങ്ങി MBBS വാങ്ങിച്ചിരുന്നാൽ മാത്രം മതി എന്നാണ് AFSR പറഞ്ഞത്. ആ ഒരു കടപ്പാട് സാറിനോട് എന്നും ഉണ്ടാവുമെന്ന് ഞാൻ ഇവിടെ സാറിന് ഓർമ്മിപ്പിക്കുകയാണ്. സാറിൻ്റെ വാക്കുകളൊരു വലിയൊരു പ്രചോദനമാണ്, ഒരു വലിയ ഫാക്ടറാണ്. കാരണം MBBS ഞാൻ മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ, നമ്മുടെ പാരൻസ്, അതേപോലെ ഇതുപോലെയുള്ള ഒരു ഗുരുനാഥന്മാരെ നമ്മൾ സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു മെയിൻ ഒരാളാണ് ഇവിടെ ഉള്ളത്, AFSR. AFSR നിങ്ങൾ വെറും ഒരു സാറായിട്ട് മാത്രമല്ല കാണുന്നത്. AFSR എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ AFSR കിട്ടാനുണ്ട്. നിങ്ങൾ എപ്പം ഡൗൺ ആവണമെന്നോ നിങ്ങൾക്ക് AFSR കാണാം. ഞാൻ ആ സാറിൻ്റെ കാറിൻ്റെ വരവ്, ഗേറ്റ് തുറന്ന് കാറ് വരുന്ന ഒരുപാട് തന്നെ കാത്തിരുന്നു. ഇവിടെ നമ്മൾ ലൈബ്രറിയിൽ ഇരിക്കുന്ന സമയത്ത് സാർ എപ്പം വരും എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്തിരുന്നു ഒരുപാട് സമയം. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ഡൗൺ ആവും. ആ ഡൗൺ ആവുന്ന സമയത്ത് നമുക്കൊരു താങ്ങ് തരാൻ ഒരാളുണ്ടായാൽ അത് മതി. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു മനുഷ്യനാണ് നമ്മൾ AFSR. കാരണം AFSRൻ്റെ ആ സംസാരം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും സാറിൻ്റെ ആ ഒരു ശൈലി അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ സാറ് ഒന്ന് വിളിച്ചാൽ മതി, ബാക്കി നമ്മളായിക്കോളും.
ഓക്കെ, അപ്പോൾ അത് സാറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സാറിൻ്റെ മോട്ടിവേഷൻ കാര്യങ്ങൾ, അതേപോലെ സാറിൻ്റെ ജീവിതശൈലി ഒരുപാട് ഭയങ്കര സ്ട്രിക്റ്റോട് കൂടി ജീവിക്കുന്ന, അല്ലെങ്കിൽ അടക്കും ചിട്ടയും കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ഡിഗ്രി അല്ല, പല ഡിഗ്രികളും പഠിച്ച ഒരു ആളാണ് നമ്മളെ എഫ് സാറ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫോക്കസ് ചെയ്യും, നമ്മളെ എന്താണ് നമ്മൾ ഇപ്പോൾ MBBS മാത്രമല്ല, നമ്മൾ MBBS കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു എയിം ഉണ്ടാക്കി വെക്കണം, നല്ലതാണ്. പെട്ടെന്ന് എക്സാം എഴുതി നിങ്ങളെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്ന സ്വപ്നത്തിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.